ഹായ് ഗായ്സ്, നമ്മൾ തെങ്ങുളമലയിൽ അമ്പലത്തിലെ ഉത്സവമാണ് ഗായ്സ്. സംഭവം നമ്മളെല്ലാവരും ഉത്സവത്തിന് പോവുകയാണ്. ഇന്നാണ് ഉത്സവം, എനിക്കറിയില്ല, നാളെയാണോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മിയ വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ അവളെ കാത്തിക്കാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നിങ്ങൾ കേട്ടതെന്നറിയില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു ഓല വീണ് ഗായ്സ്. നിങ്ങൾ കേട്ടോന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ്, ഉത്സവമാണ്. ഇന്ന് ഏത് അമ്പലത്തിലാണ് ഉത്സവത്തിന് വന്നതെന്ന് വെച്ചാൽ ചെറുവണ്ണൂർ തെങ്ങുളമലയിൽ എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഉത്സവമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് വന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ ദേവിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ദേവേനെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മൂത്തേനെ കണ്ട് വാമി ഉണ്ടായിരുന്നു ഗൈസ്. വാമി ഐസ്ക്രീം കഴിക്കുകയാണ്. ധ്രുവയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ധ്രുവേനൊന്നും എനിക്ക് വീട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ ലാവി ഗൈസ് അവിടെ നിന്ന് നോക്കുന്നത് ചെണ്ടയാണ് ഗൈസ്. ലാവിക്ക് ചെണ്ട നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ചെണ്ട ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ലാവി ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കി കളിക്കുന്നുണ്ട് ഗൈസ്. ലാവിക്ക് ചെണ്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ചെണ്ടേൻ്റെ താളത്തിന് ലാവി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലാവിക്ക് ടോയ്സൊക്കെ വാങ്ങി ഗൈസ്. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്തിരുന്നതിന്, പക്ഷേ ഇപ്പം നോക്കുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. പിന്നെ സ്നിധീൻ്റെ കയ്യിലുള്ളതാണ് കിങ്ങിണി പശു. അത് സ്മിയ വാങ്ങിക്കൊടുത്താണ് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ് കാത്തുനിന്ന് പിന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകണം ഗൈസ്. നമുക്ക് പള്ളിയാർക്കൽ അമ്പലത്തിലൊക്കെ ഉത്സവം വരുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും ഗൈസ്. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഗൈസ് മുഖത്തൊക്കെ ഒരു പച്ച നിറം. പിന്നെ നമ്മൾ അവിടെ എത്തി. എന്നിട്ട് ലാവി ചോല കിടക്കുന്നുണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചു ഗൈസ് ലാവി ഉറങ്ങുകയെന്ന്. പക്ഷെ ഞാൻ ഫോണെടുത്ത് വീഡിയോ എടുത്തൊക്കെ എടുത്ത് ചെന്നപ്പോൾ ഉണ്ട് ലാവി ഇങ്ങനെ പൊന്തിയിട്ട് ചിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മൾ വീട്ടിലെത്തി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. പക്ഷെ ലാവി ഡ്രസ്സ് കൂടി മാറാണ്ട് കളിക്കാൻ കുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിക്കൊടുത്ത സംഭവം. ഇതിങ്ങനെ ഉരുട്ടുമ്പോൾ ചിറക് ഇങ്ങനെ ഇതാവും ഗൈസ്. അതാണ് സംഭവം. പിന്നെ പശു ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ. ബൈ.